തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും.
ഈശോയുടെ കൂടെ നമുക്ക് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ഏറ്റവും ശാന്തമായിട്ട് യേശുവിൻ്റെ ഈ തിരുസന്നിധിയിൽ നമ്മൾ ആയിരിക്കുകയാണ്. കണ്ണുകളടച്ച് എനിക്ക് ചുറ്റും നടക്കുന്ന യാതൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയം ഞാൻ കർത്താവിന് വേണ്ടി മാറ്റിവെച്ച സമയങ്ങളിലൊന്നാണ്. കണ്ണുകളടയ്ക്കുക. ശാന്തമായിട്ട് ഈശോയുടെ സന്നിധിയിലായിരിക്കുക. ഈശോ നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. കർത്താവേ, ഈ കഴിഞ്ഞ രാത്രി എന്നെ ഏറ്റവും സുഖമായിട്ടും ഏറ്റവും ശാന്തതയോടും വിശ്രമിക്കാനായിട്ട് അങ്ങനെക്ക് നൽകിയ വലിയ കൃപയ്ക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞാനിതാ എൻ്റെ ഇന്നത്തെ ഈ പ്രഭാതം, ഈ ദിവസം ആരംഭിക്കുന്നു. നിങ്ങൾ കർത്താവേ, നാളെ മുതൽ ഞങ്ങളുടെ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് ഒരു ക്രിസ്തുവിൻ്റെ അനുചാരിയുടെ ഏറ്റവും പ്രധാനമായ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ഈ 41 ദിനങ്ങളോളം ഞങ്ങൾക്കങ്ങ് നൽകിയ ആ വലിയ നോമ്പിൻ്റെ ചൈതന്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പ്രഭാതം അങ്ങയോടുകൂടെ ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പ്രിയരെ, സങ്കീർത്തന പുസ്തകം നമ്മുടെ കരങ്ങളിലുണ്ടെങ്കിൽ അവിടുത്തെ 57-ാമത്തെ സങ്കീർത്തനം, ദൈവ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ ദിവസം മുഴുവൻ കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ സംരക്ഷണത്തോടെ നമ്മളെ പരിപാലിക്കട്ടെ എന്ന ആത്മവിശ്വാസത്തോടും അപേക്ഷയോടും കൂടെ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തൻ്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു.
അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവും മൂർച്ചയുമുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ മുൻപിൽ ഒരു കുഴി കുഴിച്ചു. അതിൽ അവർ തന്നെ വീണു. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക. വീണയും കിന്നരവുമായുള്ളോവേ ഉണരുവിൻ. ഞാൻ അതികാലത്തെ ഉണരും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അനാദി മുതൽ എന്നേക്കും. ആമീൻ, ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളേക്ക് നടച്ച് നിന്റെ ശരീരവും മനസ്സും നിന്റെ കർത്താവിനെ ഏൽപ്പിക്കുക. നിന്റെ ശരീരവും മനസ്സും ഈ ലോകമോഹങ്ങൾക്കോ കഴിഞ്ഞ ദിവസം നടന്ന അല്ലെങ്കിൽ ഇന്ന് രാവിലെ നടന്ന ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളിലല്ല ചിന്താകുലമായിരിക്കേണ്ടത്. കർത്താവിങ്കലേക്ക് സമർപ്പിക്കുക. ഏറ്റവും പ്രധാനം, എൻ്റെ കണ്ണുകളെ നിർബന്ധപൂർവം അടച്ച് ഈ ലോകവുമായിട്ട് എന്നെ ബന്ധിപ്പിക്കുന്ന എല്ലാ മേഖലകളും, എൻ്റെ കാതുകൾ, കണ്ണ്, അധരം, എൻ്റെ അധരത്തിൽ നിന്ന് ഇനി അടുത്ത ഈ കുറച്ച് സമയം ഈശോയുടെ സ്തുതികൾ മാത്രമേ നമ്മൾ ആലപിക്കാവൂ, പാടാവൂ, പറയാവൂ. ഈശോയിലേക്ക് കൊടുക്കുക. പ്രിയരെ, ഇന്ന് ശനിയാഴ്ച ദിവസം പ്രത്യേകമായിട്ട് ഈ ഒരാഴ്ച മുഴുവൻ കർത്താവിൻ്റെ വലിയ കാരുണ്യം, വലിയ നോമ്പിൻ്റെ 6ാമത്തെ ഞായറാഴ്ച കഴിഞ്ഞ ഈ ആഴ്ച മുഴുവൻ ദൈവകാരുണ്യം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ച വലിയ നന്മയ്ക്കായിട്ട് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട്, അതിലുപരി ഞാൻ ഏതെങ്കിലും മേഖലകളിൽ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടെങ്കിൽ, വാക്കുകൊണ്ടോ കാഴ്ച കൊണ്ടോ മറ്റുള്ളവരുടെ ബലഹീനതകളും വീഴ്ചകളും കുറവുകളും ആസ്വദിച്ച് കേട്ടുകൊണ്ടോ, അല്ലെങ്കിൽ ഒരുവനുണ്ടായ ചില പരാധീനതകൾ, ചില കഴിവ് കുറവുകൾ വാതോരാതെ മറ്റുള്ളവരോട് സംസാരിച്ച് എൻ്റെ അധരം കൊണ്ടോ, ജഡിക കാര്യങ്ങൾ ആസക്തിയോടെ നോക്കിക്കണ്ട് എൻ്റെ കണ്ണുകളെ കൊണ്ടോ, എൻ്റെ ദൈവത്തിന് പ്രീതികരമല്ലെന്നറിഞ്ഞ് ചിന്തിച്ചുകൊണ്ടോ ഈ കഴിഞ്ഞ ആഴ്ചയിലെ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളൊക്കെ ഒന്ന് സമർപ്പിക്കുക. കാരണം ദൈവ തിരുവചനം നാം ശ്രവിക്കുന്നതിന് മുൻപ് വിശുദ്ധി അത്യാവശ്യമാണ്. കർത്താവേ, ഞങ്ങൾ ചെയ്തു പോയ കടങ്ങളും പാപങ്ങളും തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളോട് ക്ഷമിക്കണമേ. കരുണയുണ്ടാകണമേ. വിശുദ്ധി നൽകണമേ. കണ്ണുകളടയ്ക്കുക.
പ്രിയരെ, നമ്മുടെ മനസ്സ് കേന്ദ്രീകൃതമല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകൾ, ചിലപ്പോൾ വലിയ വലിയ ചിന്തകളൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ചില ഫാനിൻ്റെ ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ ചില ലൈറ്റ് പ്രകാശമായിരിക്കാം, ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഈ പ്രാർത്ഥനയിൽ നമ്മെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈശോയിലേക്ക് കൊടുത്ത് ദൈവ തിരുവചനം, ഇന്ന് പ്രഭാതം നമുക്ക് കർത്താവ് നൽകുന്ന ദൈവ തിരുവചനം ശ്രവിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങാണ്. ഏറ്റവും ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 15 തിരുവചനം 7. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ഈശോയുടെ തിരുവചനത്തെ ധ്യാനിക്കുന്നു. ഒരുവനുമായിട്ട് പിണക്കം, ദേഷ്യം, ചില വഴക്കുകൾ, ചില അഭിപ്രായ ഭിന്നതകൾ, അകൽച്ച, ഈ മേഖലകളിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എപ്പോഴെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാനാണ് ശരി, അപരൻ തെറ്റാണെന്നുള്ള ഒരു ന്യായീകരണം, നീതീകരണം നീ നടത്തുന്നുണ്ടെങ്കിൽ അതാണ് മാനസാന്തരത്തിനെതിരെയുള്ള വെല്ലുവിളി. ശ്രദ്ധിക്കുക. ഒരുവനെതിരെയുള്ള പിണക്കം, വഴക്ക്, ചില അഭിപ്രായ ഭിന്നതകൾ, ഈ മേഖലയിലൂടെ നീ കടന്നു പോകുമ്പോൾ അപരൻ തെറ്റാണെന്നും ഞാൻ പറഞ്ഞതും ഞാൻ ചെയ്തതുമാണ് ശരിയാണെന്നുള്ള ഒരു ന്യായീകരണം നിന്റെ ഹൃദയത്തിൽ നിനക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് മാനസാന്തരത്തിനെതിരെ, നീ ചെയ്ത തെറ്റുകളെ നിന്നിൽ നിന്ന് മൂടി വയ്ക്കുന്ന, നിന്റെ കണ്ണുകളെ അന്ധമാക്കുന്ന പാപ സാഹചര്യം. സ്വയം ന്യായീകരിക്കാനായിട്ടൊരിക്കലും പരിശ്രമിച്ചേക്കരുത്. അത് സാത്താൻ നമുക്ക് നൽകുന്ന വലിയൊരു അന്ധതയാണ് കേട്ടോ. ഈശോയോടൊന്ന് കൊടുത്ത് ആരെങ്കിലുമായിട്ട് ചില മുറുമുറുപ്പുകൾ, തർക്കങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. പൂർണ്ണമായിട്ട് ഈശോയിലേക്ക്, പൂർണ്ണമായിട്ട് ഈശോയിലേക്ക്. നീ ചെയ്ത തെറ്റുകൾ, നിനക്ക് സംഭവിച്ച ചില അബദ്ധങ്ങൾ, നിനക്ക് ചിലപ്പോൾ തോന്നാം എൻ്റെ ഭാഗത്ത്
ഒരു തരിമ്പ് പോലും തെറ്റില്ലല്ലോ കർത്താവേ. അപരൻ, എൻ്റെ ശത്രു, എൻ്റെ അയൽക്കാരൻ, എൻ്റെ ഇണ, എൻ്റെ മക്കൾ, അവർ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളാണല്ലോ ഏറ്റവും തെറ്റ്. അവരുടെ ഭാഗത്താണല്ലോ, അവർ ചെയ്തതാണല്ലോ പാപസാഹചര്യമെന്ന്. അവിടെയാണ് മാനസാന്തരത്തിനുള്ള ആദ്യ പടി നീ നഷ്ടമാക്കുന്നത്. അങ്ങ് എളിമപ്പെട്ടെ. ആരോടെങ്കിലും ചില പിണക്കങ്ങൾ, വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് യേശുവിലേക്ക് കൊടുത്ത കർത്താവ്, ഇന്ന വ്യക്തിയായിട്ട്, ഇന്ന കുടുംബമായിട്ട് ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ട്, മാനസാന്തരപ്പെടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്, ചില മേഖലകളിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈശോയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എൻ്റെ തെറ്റുകളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം എന്നെ ബാധിച്ചിരിക്കുന്ന അന്ധത മാഞ്ഞു പോകാൻ, മറഞ്ഞു പോകാൻ, നീങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു. ചില പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവേ, ഞാനാണ് ശരി, എൻ്റെ ഭാഗമാണ്, ഞാൻ പറഞ്ഞതാണ്, ഞാൻ ചെയ്തതാണ് ശരി എന്ന് ന്യായീകരിക്കുവാനും എളിമപ്പെടാനായിട്ടുള്ള കഴിവില്ലായ്മയ്ക്കും അങ്ങയുടെ ശക്തമായ കരങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് സംഭവിക്കുന്ന ചില വീഴ്ചകളും ബലഹീനതകളും അംഗീകരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ കൃപകളിലൊന്ന്. കർത്താവ് നമുക്കുള്ള അങ്ങനെയുള്ളൊരു വരം നൽകിയാൽ മാത്രമേ, കൃപ നൽകിയാൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. എനിക്ക് സംഭവിച്ച ചില ബലഹീനതകൾ, അത് പറ്റിപ്പോയി, ചെയ്തു പോയി, ചിന്തിച്ചു പോയി, കണ്ടുപോയി, കേട്ടുപോയി, എന്നോട് ക്ഷമിക്കണേ നാഥ. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ ബലഹീനതയുള്ള പ്രാകൃതം മൂലം എനിക്ക് വീഴ്ച സംഭവിക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ ആ ബലഹീനത മൂലം ഞാനത് ചെയ്തു പോയി. അത് ദൈവത്തോട് മാത്രമല്ല മറ്റുള്ളവരോടും കൂടെ ഏറ്റുപറയുമ്പോഴാണ് ഇന്നത്തെ തിരുവചനം ധന്യമാകുന്നത്, പൂർത്തിയാകുന്നത്. മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ശാന്തമായിട്ട് ഈശോയുടെ കൂടെ, ശാന്തമായിട്ട് ഈശോയുടെ കൂടെ ധ്യാനിക്കുക. ഈ മേഖലകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ സമർപ്പിക്കുക, ഈശോയിലേക്ക് കൊടുക്കുക. പ്രിയരെ, നമ്മൾ ഈ സമയം നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കളെയൊക്കെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഈ ദിവസം ആരംഭിക്കുന്നത്. എല്ലാ ദിനവും ഓർത്തേക്കണം, എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ക്രിസ്തുവിൻ്റെ മുൻപിൽ കൂടുതലായിട്ട് സമർപ്പിക്കുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈശോ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്കും നമ്മളിലേക്കും വർഷിക്കുന്നത്. മറന്നുപോകുന്ന മേഖലകളുണ്ടാകാം നമുക്ക്. ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ കുറേ സമർപ്പിച്ച് കരഞ്ഞ് വിലപിച്ച് വലിയ ഹൃദയഭാരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥന ആവശ്യമുള്ള നമ്മുടെ മക്കളെ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകാം. ഒരുവനെക്കുറിച്ച്
വലിയ പരാതികളും പരാധീനതകളും അവൻ്റെ ബലഹീനതകളൊക്കെ പാടി പുകഴ്ത്തി ഈ ലോകം മുഴുവൻ കൊണ്ട് നടക്കുമ്പോഴും അവന് വേണ്ടി, അവൾക്ക് വേണ്ടി ഒരു നിമിഷം കണ്ണടച്ച കർത്താവേ, ആ വ്യക്തിക്ക്, ആ കുടുംബത്തിന് സംഭവിച്ച വീഴ്ചയെ സമർപ്പിച്ച് അവരതിൽ നിന്ന് കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക ഈശോയ്ക്ക്. സ്ട്രോക്ക് വന്ന് ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു മകൻ ഷാജു പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഈശോയിലെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ കർത്താവെ, അങ്ങ് തളർവാദ രോഗികളെ കിടക്കയെടുത്ത് നടക്കുക എന്ന് കൽപ്പിച്ചതുപോലെ എല്ലാ രോഗികളെയും, തളർവാദ രോഗികളെ, തളർന്നു കിടക്കുന്നവരെ അങ്ങയുടെ ശക്തമായ കരങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കണം. യേശുവിലേക്ക് കൊടുക്കണം കേട്ടോ. പൂർണ്ണമായിട്ടും പറയുന്ന, പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളിലും നമുക്കറിയുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് പേര് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരൊക്കെ സമർപ്പിച്ച് യേശുവിലേക്ക് എടുക്കുക. കാരണം നമ്മൾ ഇന്ന് പ്രഭാതം അത്ര അനുകൂലമായൊരു കാലാവസ്ഥയല്ലാതിരുന്നിട്ട് കൂടി, സുഖമായിട്ട് വിശ്രമിക്കാമായിരുന്നിട്ട് കൂടി ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും അതിലിടപെടും. അതൊരു സംശയിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ദൈവം ശക്തമായിട്ട് ഇടപെടും, ഉറപ്പുള്ളൊരു കാര്യമാണ്. ഞാൻ അത്രയും പരിത്യാഗത്തോടെ നമ്മൾ ഈ പ്രഭാതം ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കും. ലോകത്തിന് വേണ്ടി മുഴുവൻ ഈശോയെ ഞങ്ങൾ ഈ സമയം അപേക്ഷിക്കുന്നു. പ്രിയരെ, നമ്മുടെ ഇടവകയൊന്ന് പ്രത്യേകം ഒന്ന് സമർപ്പിച്ച ഈശോയുടെ കരങ്ങളിലേക്ക്. 350ഓളം കുടുംബങ്ങളുണ്ട്. നമ്മൾ അറിയുന്ന, അറിയാത്ത അനേക കുടുംബങ്ങൾ ഒന്ന് ഈശോയിലേക്ക് കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ കൃപ കൊണ്ട് നിറയപ്പെടാനായിട്ട്, ദൈവികമായ വലിയൊരു അഭിഷേകം കൊണ്ട് നിറയപ്പെടാനായിട്ട് നമ്മുടെ ഇടവക ഓർത്തേക്കണം കേട്ടോ. വലിയ വലിയ പൈശാചിക നെഗറ്റീവായിട്ടുള്ള തിന്മയുടെ വലിയ ശക്തികൾ ആത്മീയ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ട് കർത്താവെ, ആ വ്യക്തികളെ, കുടുംബങ്ങളെ, തിന്മയുടെ ശക്തികളെ ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസ് 14:11 കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാം തിരുവചനം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പൊങ്ങച്ചത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ ആത്മാവ് ബാധിച്ചവരെ സമർപ്പിക്കുക. നമ്മൾ അറിയുന്നവരൊന്നല്ല, ഒരിക്കലും പരിചയമില്ലാത്തവരായിരിക്കും. അഹങ്കാരത്തിൻ്റെ ആത്മാവ് ബാധിച്ച വ്യക്തികളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, 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 ആരാധന. സ്തുതി, 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 സ്തുതി. മുൻപന്മാരായി തീരുന്ന വിൻപന്മാരെ സമർപ്പിക്കുന്നു. ബിസിനസ്സിൽ പരാജയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, 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 സ്തുതി, സ്തുതി, സ്തുതി. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന മക്കൾ, രോഗികളായവരെ സമർപ്പിക്കുന്നു. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും, മക്കളെ, മരിച്ചുപോയവര്, നമ്മുടെ പൂർവ്വപിതാക്കള്, ചില പ്രത്യേക കാര്യങ്ങൾക്കായിട്ട് ഒരുങ്ങുന്ന മക്കള്, ചിലര് പ്രാർത്ഥന ആവശ്യപ്പെട്ടവര്, ചില പ്രത്യേക മേഖലയിൽ ചില പ്രത്യേക വ്യക്തിപരമായ കാര്യങ്ങൾക്കായിട്ട് അവരൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ മേഖലയിൽ ഈശോയുടെ വലിയ സാന്നിധ്യവും വിജയവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. കണ്ണുകളടയ്ക്കണം കേട്ടോ.
ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ക്രിസ്തുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി സഹോദരന്മാരാലും ഭവനക്കാരാലും നിന്ദയും പീഡയും ചില കളിയാക്കലുകളും അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തികളെ സമർപ്പിക്കാനായിട്ട് ഈശോ പറയുന്നുണ്ട്. ക്രിസ്തുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി ചില നിന്ദകൾ, ചില പീഡകൾ, കളിയാക്കലുകൾ, ആരോപണങ്ങൾ, അങ്ങയുടെ ധൈര്യത്തെ, വചനത്തിൻ്റെ കൃപയെ മക്കൾക്ക് അങ്ങ് നൽകണമേ. മർക്കോസ് 10:29. ചില തിന്മയുടെ കൂട്ടുകെട്ടുകൾ, അത് ചിലപ്പോൾ ലഹരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ദൂഷണത്തിൻ്റെ ചില പൈശാചികമായ മേഖലകൾ, അത് എത്ര പരിശ്രമിച്ചിട്ടും ഒഴിഞ്ഞു പോകാതിരിക്കുന്നുണ്ടെങ്കിൽ മർക്കോസ് 9:29 തിരുവചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. മർക്കോസ് 9:29 പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി, ഈ ദുഷ്ടജാതി, ഈ തിന്മയുടെ ശക്തി നിന്നിൽ നിന്ന് പുറപ്പെട്ടു പോകുകയില്ല. പ്രാർത്ഥനയാലല്ലാതെ ഈ ദുഷ്ടശക്തി നിന്നിൽ നിന്ന് പുറപ്പെട്ടു പോകുകയില്ല. മർക്കോസ് 9:29. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളെയും കൊടുക്കും, എല്ലാ മേഖലകളെയും. കണ്ണുകൾ അടച്ച സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ പലവിധ ചിന്തകൾ വരാം, പ്രാർത്ഥിക്കാനായിട്ടുള്ള മടുപ്പ് വരെ എല്ലാം കൊടുക്കുക. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ. സാത്താൻ ആഗ്രഹിക്കാത്തൊരു മേഖലയാണ് നീ പ്രാർത്ഥിക്കാനായിട്ട്. സാത്താൻ ആഗ്രഹിക്കാത്തൊരു മേഖലയാണ്, ഏറ്റവും കൂടുതൽ നിന്നെ ശല്യപ്പെടുത്തുന്നൊരു മേഖലയാണ് നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മേഖല. സമർപ്പിക്കുക. കർത്താവേ, സ്തുതി സ്തുതി. പ്രിയരിനെ, നമ്മൾ ഈശോയോട് ഒരു കൂട്ടുകാരൻ്റെ പോലെ ഒന്ന് സംസാരിക്കാം. നമ്മുടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സന്തോഷം പ്രത്യേകം പറഞ്ഞേക്കണം, നന്ദി പറഞ്ഞേക്കണം കർത്താവിനോട്. ഒന്നും ഒരു വ്യക്തിയോട്, എൻ്റെ കൂട്ടുകാരനോട് പിറുപിറുക്കുകളും സങ്കടങ്ങളും മാത്രം പറയാനല്ല, എനിക്കുള്ള സന്തോഷങ്ങൾ കൂടി പങ്കുവയ്ക്കുക. വിട്ടൊഴിയാനായിട്ടുള്ള ചില മേഖലകൾ സമർപ്പിക്കുകയാണ്. ചില കാര്യങ്ങൾ നീ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം കർത്താവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി മേഖലകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കുഞ്ഞുമക്കളുടെ പരീക്ഷ എല്ലാം ഈശോയിലേക്ക്, അസുഖബാധിതര്, വഴിയാത്ര ചെയ്യുന്ന ചില മക്കള്, കുടുംബത്തിലെ പ്രശ്നം അനുഭവിക്കുന്നവര്, മക്കളെ പ്രതി വിലപിക്കുന്ന മാതാപിതാക്കളെ കരുതാത്ത രോഗികളായ മാതാപിതാക്കളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മക്കള്, ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ സമർപ്പിക്കുന്നു, വിധവമാരെ സമർപ്പിക്കുന്നു, ചില വേദനകളിലൂടെ, മാനസിക വേദനകളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു, ശാരീരിക വേദനകൾ, ചില പ്രത്യേക ഭാഗങ്ങളിൽ മുട്ട്, തണ്ടല്, അങ്ങനെ ചില മേഖലകളിൽ വേദന അനുഭവിക്കുന്ന മക്കൾ, പ്രാർത്ഥന ആവശ്യപ്പെട്ട അനേകരെ സൗഖ്യത്തെ കൊടുക്കണമേ. ചില പ്രത്യേക അസുഖങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തവർ, ഷുഗർ വളരെ ക്രമാതീതമായിട്ട് കൂടിയിരിക്കുന്നൊരു മകൻ, ചില മരുന്നുകളോടുള്ള അമിതമായ ആസക്തി, അസുഖങ്ങളൊന്നുമില്ലെങ്കിലും വലിയ രീതിയിൽ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശരീരത്തെക്കുറിച്ച് അമിതമായ ചിന്ത, ആരോഗ്യത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നവരെ സമർപ്പിക്കുന്നു. സ്തുതി സ്തുതി, ആരാധന ആരാധന ആരാധന, സ്തുതി സ്തുതി. കൃപയുണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ.
ഇന്ന് കൊടുത്ത വൈദികരെ ഒന്ന് യേശുവിലേക്ക് ഒന്ന് കൊടുക്കുക. പ്രത്യേകിച്ച് ഇടവക വൈദികരെ പ്രത്യേകം വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയൊരു കൃപയ്ക്കായിട്ട് നമ്മുടെ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ അതാത് ഇടവക വൈദികരെ ഒന്ന് യേശുവിലേക്ക് പ്രത്യേകം കൊടുക്കുക. ആത്മീയമായിട്ട് വലിയ കൃപ കൊണ്ട് എളിമ കൊണ്ട് അവരൊന്ന് നിറയാനായിട്ട് അവരുടെ സംസാരം, അവരുടെ കാഴ്ച, അവരുടെ കേൾവി വിശുദ്ധമായത് മാത്രം. പ്രത്യേകിച്ച് ഈ ദിനങ്ങൾ വലിയ കൃപ കൊണ്ട് വൈദികരെ നിറയണം. അഷ്ടാനുഭവത്തിൻ്റെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകൾ, ശുശ്രൂഷകൾ ഏറ്റവും മനോഹരമായിട്ട് ആത്മീയമായിട്ട് തീരുന്നതിന് വൈദികരെ നീ പ്രത്യേകാൽ അനുഗ്രഹിക്കണേ നാഥ. കലഹങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ കേട്ടോ. കർത്താവിൻ്റെ നാമത്തിലെ കലഹങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, കലഹങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. അത് സമൂഹത്തിലെ ഇടവകളിലെ കുടുംബങ്ങളിലെ കലഹങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. സ്വയേ കണ്ണുകൾ അടയ്ക്കുക, പ്രാർത്ഥിക്കുക. ശിലേക്ക് അടക്കുക, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് വേണ്ടാട്ട് ഈ ദിവസത്തേക്ക് മുഴുവൻ വേണ്ട ആത്മീയമായിട്ടുള്ള ഊർജത്തെ ഞങ്ങൾക്ക് നൽകണേ നാഥ. ഞങ്ങളുടെ കാവൽമാലാകന്മാരാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന വലിയൊരു കോട്ടയായിട്ട് ഞങ്ങളെന്ന് പ്രാർത്ഥിച്ചവർക്ക് തീരട്ടെ. അവൻ മരണത്തെ വലിയൊരു കൃപ, വലിയൊരു വചനം നൽകുന്നുണ്ട്. അവൻ മരണത്തെ സദാകാലത്തേക്കും നിന്നിൽ നിന്ന് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കും. തൻ്റെ ജനത്തിൻ്റെ നിന്ന് സകല ഭൂമിയിൽ നിന്നും അവൻ നീക്കിക്കളയും. യെശയ്യാ പ്രവചനം 25:8 കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ, നിന്റെ നിന്ന് നീക്കിക്കളയാൻ യേശോ ഇന്ന് നിന്റെ കൂടെ വസിക്കുന്നു. യേശുവേ നന്ദി. പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കവരെ 91 സങ്കീർത്തനം പ്രത്യേകം ഈ സമയം അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പ്രേരണ നൽകുന്നുണ്ട്. സങ്കീർത്തനം 91. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ വാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിൽ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തെ വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തുമേലും അണലുമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും ബ്രഹ്മാവിനെയും നീ മിതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഈശോയുടെ വലിയ അനുഗ്രഹത്തെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാമെല്ലാവരോടും, പ്രത്യേകിച്ച് കർത്താവെ ഈ ആലയത്തിലായിരിക്കുന്ന ഈ മക്കളോടും ഈ ദിനത്തിലെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിനായിട്ട് കടന്നു വരാം.